വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് വിത്ത് മീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മള് 9ാം ക്ലാസ്സിലെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ മക്കൾക്ക് അതെല്ലാം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചലനത്തിന് പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അപ്പൊ എങ്ങനെയാണ് മൂവ്മെന്റ്സ് നമ്മളിൽ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആനിമൽസിലെ മൂവ്മെന്റ്സ് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞു മൂവ്മെന്റ് ആൻഡ് മീൻസ് ഓഫ് മൂവ്മെന്റ് ഇൻ ഹ്യൂമൻ ബീങ്സ് അല്ലെ. അപ്പൊ മനുഷ്യരില് ഹ്യൂമൻസില് പല ടൈപ്പ് മൂവ്മെന്റ്സും ലോക്കോമോഷനും ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുന്നത് ആരുടെ സഹായത്താലാണ്? നമ്മൾ പറഞ്ഞു മസിൽസിൽ അല്ലെങ്കിൽ പേശികളുടെ സഹായത്തോടു കൂടിയാണ് ഹ്യൂമൻസിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ മൂവ്മെന്റ് അഥവാ ലോക്കോമോഷൻ നടക്കുന്നത് അല്ലെ. മനുഷ്യ ശരീരത്തില് എന്താണ് മൂവ്മെന്റ്സ് നടക്കുന്നത്. അതുപോലെ മനുഷ്യർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുമില്ല. നമ്മളുടെ എന്തിന്റെ ഫംഗ്ഷൻ എന്ത് കൃത്യമായ ധർമ്മം നിർവഹിക്കുന്നതാണ് പേശികൾ കൃത്യമായ ധർമ്മം നിർവഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചലനം സാധ്യമാവുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത് ബൈ ദ ഫംഗ്ഷൻ ഓഫ് മസിൽസ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മസിൽസ് ഇറ്റ് ഹെൽപ്സ് us in മൂവ്മെന്റ്. അപ്പൊ മൂവ്മെന്റ്സിനെ സഹായിക്കണമെങ്കിൽ ഈ മസിൽസിന് ഈ പേശികൾക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് അപ്പൊ മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശികല എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന മക്കളെ എന്താണ് പേശികല അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ. അപ്പൊ മസിൽ ടിഷ്യൂ എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. അപ്പൊ കലകൾ സ്വാഭാവികം ഉണ്ടാകുന്ന എന്ത് ചേർന്നിട്ടാണ്? കോശങ്ങൾ ചേർന്നാണ് കലകൾ ഉണ്ടാകുന്നത് അല്ലെ. ഇവിടെ മസിൽസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് which are responsible for the movements of body. ബോഡിയുടെ മൂവ്മെന്റ്സിന് അത്യാവശ്യം അല്ലെങ്കിൽ ബോഡിയുടെ മൂവ്മെന്റ്സിനെ സഹായിക്കുന്ന സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ടിഷ്യൂസിനെയാണ് എന്ത് വിളിക്കുന്നത്? മസിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ പേശികല എന്ന് വിളിക്കുന്നത് അല്ലെ. പേശികല എന്താണ്? മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ്. ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ബോഡിയുടെ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരായിട്ടുള്ള ടിഷ്യൂസിനെ കലകളെ എന്ത് വിളിക്കുന്നു? പേശികല അല്ലെങ്കിൽ മസിൽ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മുടെ ശരീരത്തില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. അതായത് മസിൽസ് എന്ന് പറഞ്ഞ പേശികൾ നമ്മുടെ ശരീരത്തിൽ വിവിധ തരം പേശികൾ ഉണ്ട്. ദീസ് ആർ ഫോംഡ് ഓഫ് മസിൽ സെൽസ്. നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു സെല്ലുകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? കലകൾ രൂപീകരിക്കുന്നത്. സെൽസ് ജോയിൻ ടുഗദർ ഫോം ടിഷ്യൂസ്. അപ്പൊ ഇവിടെയും മസിൽ ടിഷ്യൂ എന്ന് പറയുന്ന പേശികല ഉണ്ടാകുന്നത് ധാരാളം കോശങ്ങൾ ചേർന്ന് എന്ത് കോശങ്ങളാണ്? മസിൽ സെൽസ് അല്ലെങ്കിൽ എന്താണ് പേശി കോശങ്ങൾ ചേർന്നാണ് മസിൽ സെൽസുകൾ ചേർന്നാണ് മസിൽ ടിഷ്യൂ ഉണ്ടാകുന്നത് ഓർത്തു വെക്കുക. അപ്പൊ മസിൽ സെൽസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മസിൽ സെൽസ് ചേർന്ന് എന്തുണ്ടാകുന്നു? മസിൽ ടിഷ്യൂസ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ എന്താണ്? പേശി കോശങ്ങൾ ചേർന്നാണ് പേശി കല ഉണ്ടാകുന്നെന്ന് ഓർത്തു വെക്കുക അല്ലെ. പേശി കോശം ചേർന്ന് എന്തുണ്ടാകുന്നു? പേശി കലകൾ രൂപപ്പെടുന്നു. ഇനി മസിൽ സെൽസിന്റെ പ്രത്യേകത എന്താണ്? ഈ മസിൽ സെൽസ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇപ്പൊ സെല്ലാണ് നമ്മൾ പറഞ്ഞ സെല്ലിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു കോശമാണെങ്കിൽ അതിൽ എന്ത് കാണും? ഒരു മർമ്മം കാണും അല്ലെ. അപ്പൊ സെല്ലിന് മസിൽ സെൽസ് എന്ത് കാണും? ഒരു മസിൽ സെൽസ് അല്ലെങ്കിൽ എന്താണ്? പേശി കോശത്തിന് എന്തുണ്ടായിരിക്കും? മർമ്മം കാണും അഥവാ ന്യൂക്ലിയസ് കാണും അല്ലെ. അപ്പൊ പേശി കോശത്തിന് എന്തുണ്ട്? മർമ്മമുണ്ട്. അത് കോശമാണ് അല്ലെ. അപ്പൊ അതിനൊരു മർമ്മം കാണും. പിന്നെ അതുപോലെ തന്നെ ഒരു കോശത്തിന് എന്തൊക്കെ കാണാം? ധാരാളം കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് കാണും. അപ്പൊ സെല്ലിന്റെ അകത്ത് എന്തുണ്ട്? ഒരു മർമ്മമുണ്ട്. ഇനി മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് നമ്മൾ പറയാം അല്ലെ. പേശി കോശമായതിന് അതിൽ ധാരാളം എന്തുണ്ട്? കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് കാണപ്പെടുന്നതും കൂടെ മനസ്സിലാക്കി വെക്കുക. സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് പേശി കോശമാണെങ്കിൽ മസിൽ സെല്ലുകളാണെങ്കിൽ അതിൽ എന്തുണ്ട്? ഒരു മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ട്. ഇനി അതിൽ എന്തുണ്ട്? ധാരാളം സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ ഉണ്ടെന്ന് ഓർത്തു വെക്കാം. ഇനി മറ്റുള്ള സെല്ലുകളെ അപേക്ഷിച്ച് മസിൽ സെൽസിന് ചില പ്രത്യേകതകളുണ്ട്. Unlike other cells, they contain more microfilaments made of proteins such as actin and myosin. അതായത് മസിൽ സെല്ലുകളെ മറ്റുള്ള സെല്ലുകളെ അപേക്ഷിച്ച് അതിൽ ധാരാളം മൈക്രോഫിലമെന്റ്സുകൾ കാണപ്പെടുന്നു. ഈ മൈക്രോഫിലമെന്റ്സ് പ്രോട്ടീൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്രോട്ടീൻസിന് പേരാണ് ആക്റ്റിനും മയോസിനും. എന്താണ്? ഈ പറയുന്ന മസിൽ സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ധാരാളം മൈക്രോഫിലമെന്റ്സുകൾ കാണുന്നു. മൈക്രോഫിലമെന്റ്സ് കാണുന്നു. ഈ മൈക്രോഫിലമെന്റ്സിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ആക്റ്റിനും
മയോസിനും. എന്താണ്? ആക്റ്റിനും മയോസിനുമാണ് മൈക്രോ ഫിലമെന്റ്സിൽ കാണുന്ന എന്ത് പ്രോട്ടീൻസ് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഫിലമെന്റ്സുകളുടെ ആക്ഷൻ കൊണ്ടാണ് മസിൽസ് കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഈ ഫിലമെന്റ്സിന്റെ ജോലി എന്താണ്? മസിൽസിനെ കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ഈ മൈക്രോ ഫിലമെന്റ്സ് ആണ് മസിൽസിനെ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നത്. അതായത് പേശികളെ സങ്കോചിക്കാനും വികസിക്കാനും സഹായിക്കുന്നത് ഈ പറയുന്ന മൈക്രോ ഫിലമെന്റ്സ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് ബോഡിയുടെ മൂവ്മെന്റ്സിന് സഹായിക്കുന്നത്. ദിസ് ഇനേബിൾസ് ബോഡി മൂവ്മെന്റ്സ്. അപ്പം നമ്മൾ മനസ്സിലാക്കി ഇതാണ് നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സിന് സഹായിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? നമ്മൾ മനസ്സിലാക്കി മസിൽ സെൽസുകൾ ചേർന്നാണ് മസിൽ ടിഷ്യൂ ഫോം ചെയ്യുന്നത് പറഞ്ഞല്ലേ. അപ്പൊ മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം മസിൽ സെല്ലുകൾ ചേർന്ന് മസിൽ ടിഷ്യൂ ഫോം ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക. അപ്പൊ മക്കളെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മസിൽ സെല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? മസിൽ ടിഷ്യൂസ് ആണ് മസിൽ സെല്ലുകൾ ചേർന്ന് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഇനി മസിൽ സെൽ എന്ന് പറയുമ്പോൾ ഏതൊരു സെല്ലിനെ പോലെ അതിനെന്താ എന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് എ ന്യൂക്ലിയസ് ആൻഡ് ഓൾ അതർ സെൽ ഓർഗനൽസ്. And this in addition to unlike other cells, this muscle cells has microfilaments, and these microfilaments contain certain proteins called actin and myosin, and this actin and myosin helps the muscles to contract and relax, and this enables the body movements. എന്താണ് മനസ്സിലാക്കാനുള്ളത്? പേശി കോശങ്ങൾ എന്ന് പറയുന്നത് ചേർന്നാണ് പേശി കലകൾ രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. ഈ ഒരു പേശി കോശം എടുത്താൽ ആ പേശി കോശത്തിനുള്ളിൽ എന്ത് കാണും? ഒരു മർമ്മം കാണും. ഇനി മർമ്മം ഉള്ളതുപോലെ തന്നെ അത് ധാരാളം കോശാന്തരം കാണും. ഇനി മറ്റുള്ള കലകളെ അപേക്ഷിച്ച് പേശി കോശങ്ങൾക്ക് മറ്റുള്ള കോശങ്ങളെ അപേക്ഷിച്ച് പേശി കോശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം അതിസൂക്ഷ്മമായ പ്രോട്ടീൻ തന്തുക്കൾ കാണപ്പെടുന്നു. ഈ പ്രോട്ടീൻ തന്തുക്കളാണ് ആക്റ്റിനും മയോസിനും. ഈ ആക്റ്റിനും മയോസിനുമാണ് പേശികളുടെ സങ്കോചത്തിനും വികാസത്തിനും സങ്കോചിക്കുകയും പേശികൾ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുന്നതിന് സഹായിക്കുന്നവരാണ് ഈ പറയുന്ന മൈക്രോ ഫിലമെന്റ്സ് അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ പ്രോട്ടീൻ തന്തുക്കളാണെന്ന് ഓർത്തു വയ്ക്കുക. ഇത് ശരീരഭാഗങ്ങളുടെ ചലനത്തിന് സഹായിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ പേശി കലകൾ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ക്ലിയർ ആയ ഇത്രയും കാര്യം. അപ്പൊ ഇന്ന് ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഓർത്തു വയ്ക്കുക, നോട്ടിൽ എഴുതി വെക്കുക. നമ്മൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് അടുത്തയിലോട്ട് പോകാം. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ്. നമ്മൾ പ്രോട്ടീൻ തന്തുക്കളെ കുറിച്ച് മനസ്സിലാക്കി, ആക്റ്റിൻ മയോസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അല്ലെ. ഇപ്പൊ പേശി കലകളെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് പേശികളുടെ സവിശേഷത നമ്മൾ മനസ്സിലാക്കി. പേശി കോശങ്ങളെ പ്രോട്ടീനുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ. ഇനി ആക്റ്റിനും മയോസിനും പേശികളുടെ സങ്കോചത്തെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആക്റ്റിൻ എന്ന് പറയുന്നത് മയോസിൻ എന്ന് പറയുന്നത് അതിസൂക്ഷ്മ പ്രോട്ടീൻ തന്തുക്കളാണെന്ന് പറഞ്ഞു അല്ലെ. ഇത് എവിടെ കാണപ്പെടുന്നു? പേശി കോശങ്ങളിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പേശി കോശങ്ങളിൽ കാണപ്പെടുന്ന ഇവ എങ്ങനെയാണ് ഈ പേശികളെ സങ്കോചന വികാസം സഹായിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ഈ ആക്റ്റിൻ എന്ന് പറയുന്ന ആ പ്രോട്ടീൻ തന്തുവില് ഒരു വന്ന് ചേർന്ന് ബൈൻഡ് ചെയ്യുന്ന അതിൽ വന്ന് കൂടിച്ചേരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ എന്താണ് കൂടിച്ചേരുന്നത് വെച്ചാല് മയോസിൻ എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളുടെ ഹെഡ് ഭാഗം, തലഭാഗമാണ് വന്ന് കൂടിച്ചേരുന്നത്. അങ്ങനെ ഒരു ലോക്കായിട്ട് കൂടിച്ചേർന്നിരിക്കും. അപ്പൊ അതാണ് എന്തിനു സഹായിക്കുന്നത്? ഈ പറയുന്ന അങ്ങനെ കൂടിച്ചേർന്നിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ശരീരഭാഗങ്ങളുടെ മൂവ്മെന്റ്സിന് സഹായമാകുന്നത്. അത്തരത്തിൽ അവ കൂടിച്ചേർന്നിരിക്കും. അപ്പൊ അങ്ങനെ അതായത് ഈ ആക്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഫിലമെന്റിനുള്ളിലേക്ക് ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനുള്ളിലേക്കാണ് ഈ മയോസിന്റെ ഹെഡ് ചേർന്നിരിക്കുന്നത്. അങ്ങനെ ചേർന്നിരുന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ചലനത്തിന് സാധ്യമാവും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇത്രേ പഠിക്കാവുള്ളൂ. അടുത്ത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാല് നമ്മൾ വിവിധ തരം പേശി കലകളെ കുറിച്ചാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് വിവിധ തരം പേശികളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കിയ പേശി കലകളെ കുറിച്ച് മനസ്സിലാക്കി. ആ പേശി കലകളിൽ എങ്ങനെയാണ് അതിൽ ചലനം സാധ്യമാകുന്നതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. അടുത്ത് നമ്മൾ മറ്റൊരു പോയിന്റിൽ കടക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ മക്കളെ, നിങ്ങൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് വിവിധതരം പേശികളെ കുറിച്ചാണ്. എന്താണ്? വിവിധതരം മസിൽസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് വിവിധതരം പേശികളെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസിനെ കുറിച്ച് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അസ്ഥി പേശി അല്ലെങ്കിൽ സ്കെലറ്റൽ മസിലാണ്. നോക്കൂ, സ്കെലറ്റൽ മസിൽ നമുക്കറിയാം എന്താണ്?
സ്കെലിറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികം അത് ഏതിനോട് ചേർന്നിരിക്കും അല്ലെ? സ്കെലിറ്റനോട് അല്ലെങ്കിൽ ബോൺസിനോട് ചേർന്നിരിക്കും അല്ലെ? അതാണ് അസ്ഥികളോട് ചേർന്നിരിക്കുന്ന പേശികളാണ് അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ എന്ന് ഓർത്ത് വെക്കാം. ഇനി സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാണുന്ന ധാരാളം അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളോട് ചേർന്ന് കാണപ്പെടുന്ന പേശികൾ ഏതാണെന്ന് വെച്ചാൽ അതാണ് മൃദുല പേശികൾ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് ഓർത്ത് വെക്കാം. അപ്പം ഹോളോ ഇന്റേണൽ ഓർഗൻസ് അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന എന്താണ് പൊള്ളയായ ആന്തരവയവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പേശികളാണ് ഏത് സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ മൃദുല പേശികൾ എന്ന് ഓർത്ത് വെക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എല്ലാ പേശികളും നമ്മൾ പറഞ്ഞ പേശി കോശങ്ങൾ ചേർന്നുണ്ടാകുന്നല്ലേ, പേശി കലകള് പല പല പേശി കോശങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്ന പോലെ. അപ്പൊ ഇവയെല്ലാം എന്തുണ്ട്, മർമ്മം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പേശികൾ എടുത്താലും അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത് അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികളാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി അവരുടെ ആകൃതി എന്ന് പറയുമ്പോൾ അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിലുകളുടെ ആകൃതി എപ്പോഴും എന്താണ്, സിലിണ്ടറിക്കൽ ആയിരിക്കുമെന്ന് ഓർത്തു വെക്കാം. അപ്പൊ എന്താണ്, അസ്ഥിപേശികളുടെ ആകൃതി എങ്ങനെയായിരിക്കും, സിലിണ്ടറിക്കൽ ആയിരിക്കും. അടുത്തത് എന്താണ്, ഈ ആന്തരവയവങ്ങൾ അല്ലെങ്കിൽ ആന്തരവയവങ്ങളിൽ ചേർന്ന് കാണുന്ന പേശികൾ ഏതൊക്കെയാണ്, മൃദുല പേശികൾ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് ആയിരിക്കും. അവയെന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇതാണ് സ്പിൻഡിൽ ഷേപ്ഡ്, ഇങ്ങനെ കൂർത്തിരിക്കുന്നതായിരിക്കും, സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ അസ്ഥിപേശികളുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം എന്താണ് കോശങ്ങളുടെ ആകൃതി പറഞ്ഞല്ലേ. ആകൃതി എങ്ങനെയാണ്, അസ്ഥിപേശികളുടെ സിലിണ്ടറിക്കലാണെന്ന് പറഞ്ഞു. ഇനി അവയില് ധാരാളം കുറുവരകൾ അല്ലെങ്കിൽ വന്ന് പുറത്തോട് ധരിച്ച വരകൾ ഇങ്ങനെ കാണും. അതിനെ സ്ട്രേഷൻസ് എന്ന് പറയുമ്പോൾ സ്ട്രേഷൻസ് എവിടെ പ്രസന്റ് ആണ്, അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസിലെ സ്ട്രേഷൻസ് പ്രസന്റ് ആണ്. അതിൽ കുറുവരകളുടെ സാന്നിധ്യം എവിടെ കാണപ്പെടുന്നു, സ്കെലിറ്റൽ മസിൽസിൽ അല്ലെങ്കിൽ അസ്ഥിപേശികൾ കാണപ്പെടുന്നു ഓർത്ത് വെക്കാം. ഇനി ബ്രാഞ്ചഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ബ്രാഞ്ചഡ് ആണോ, ഇത് ബ്രാഞ്ചസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, അതിന് ശാഖകളൊന്നും ഇല്ല. അസ്ഥിപേശികൾക്ക് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിലുകൾക്ക് എന്തില്ല, ശാഖകളില്ലെന്ന് ഓർത്തു വെക്കുക. ഈ പൊള്ളയായ ആന്തരവയവങ്ങളോട് ചേർന്ന് കാണപ്പെടുന്ന കോശങ്ങളാണ് മൃദുല പേശികൾ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. അവയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവയുടെ ആകൃതി എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഇനി അവയിൽ കുറുവരകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവയിൽ കുറുവരകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്ട്രേഷൻസിന്റെ സാന്നിധ്യം ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി അത് ബ്രാഞ്ചഡ് ആണോ, അതിന് ശാഖകളുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അൺബ്രാഞ്ചഡ് ആണ്, അതിന് ശാഖകളൊന്നും ഇല്ല. അടുത്തത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആഗ്രഹത്തിനനുസരിച്ച് ഈ പേശികളെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ, ഈ ആഗ്രഹത്തിനനുസരിച്ച് പേശികളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസ്ഥിപേശികൾ എടുത്താൽ അവയെ നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് പേശികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ വില്ലിനനുസരിച്ച് കൺട്രോൾ ഓഫ് മസിൽസിന് നമ്മുടെ വില്ല് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരം മൂവ്മെന്റ്സിനെ മസിൽസിനെ അല്ലെങ്കിൽ ആ പേശികൾ എന്ത് വിളിക്കും, വോളണ്ടറി മസിൽസ് എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഐച്ഛിക പേശികൾ, അതായത് വോളണ്ടറി മസിൽസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഐച്ഛിക പേശികൾ എന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൃദുല പേശികൾ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്ന നമ്മുടെ ആന്തരവയവങ്ങളോട് ചേർന്ന് കാണപ്പെടുന്നതാണ്. അപ്പൊ അവയെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിനെ ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്, അനൈച്ഛിക പേശികൾ എന്ന് വിളിക്കുന്നു ഓർത്തു വെക്കാം. മറ്റേതാണെങ്കിൽ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല, അതിനെ ഐച്ഛിക പേശികൾ എന്നും അല്ലെങ്കിൽ വോളണ്ടറി മസിൽസ് എന്നും. ഇനി നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അല്ലെ, അങ്ങനെയുള്ള പേശികളെ എന്ത് വിളിക്കും, അനൈച്ഛിക പേശികൾ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നു ഓർത്തു വെക്കാം. ഇനി ഹൃദയഭിത്തികളെ കോശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയപേശികളെ കാർഡിയാക് മസിൽ എന്ന് വിളിക്കുന്നു. ഇവയുടെ ആകൃതി നോക്കുകയാണെങ്കിൽ ഇവ എങ്ങനെയാണ്, ഇവയെന്ന് പറയുന്നത് ഇവയിൽ ധാരാളം എന്തുണ്ട് ഉണ്ടോ, ഇതിൽ ധാരാളം എന്താണ്, കുറുവരകൾ കാണപ്പെടും. പിന്നെ ഇവ എന്താണ് ബ്രാഞ്ചഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിന് ശാഖകളുണ്ട്, അതിന് കുറുവരകളുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ ശാഖകളുണ്ട്. പിന്നെ ഇവയും നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല, നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പം ഇതും എന്താണ്, അനൈച്ഛിക പേശികളാണ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽസ് ആണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മള് 3 തരം പേശികളെ കുറിച്ച് മനസ്സിലാക്കിയത് അസ്ഥിപേശി സ്കെലിറ്റൽ മസിൽസ്, പിന്നെ എന്താ പഠിച്ചു, മൃദുല പേശികൾ സ്മൂത്ത് മസിൽസ്, പിന്നെ പഠിച്ചത് എന്താണ്, കാർഡിയാക് മസിൽ അല്ലെങ്കിൽ ഹൃദയപേശി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മക്കളെ. അപ്പൊ മക്കളെ നമുക്ക് 3 പേശികളെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാം. അസ്ഥിപേശികൾ സ്കെലിറ്റൽ മസിൽസ്, മൃദുല പേശികൾ സ്മൂത്ത് മസിൽസ്, ഹൃദയപേശികൾ കാർഡിയാക് മസിൽ. അപ്പൊ നമ്മൾ ആദ്യം അസ്ഥിപേശികൾ സ്കെലിറ്റൽ മസിൽസിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം അതിന്റെ ഷേപ്പ്, അതിന്റെ ആകൃതി നോക്കുകയാണെങ്കിൽ അത് സിലിണ്ടർ ആകൃതി അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്ന അസ്ഥിപേശികൾ അല്ലെങ്കിൽ
സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ആകൃതിയിലാണ് ഇരിക്കുന്നത്. ഇനി മൃദുല പേശികൾ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിൽസ് ആണ്. അസ്ഥിപേശികൾ എവിടെയാണ് കാണപ്പെടുന്നത് മനസ്സിലായല്ലോ? മൃദുല പേശികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊള്ളയായ ആന്തരവയവങ്ങളോട് ചേർന്ന് കാണപ്പെടുന്നതാണ്. ഹോളോ ഇന്റേണൽ ഓർഗൻസിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ മൃദുല പേശികൾ. അതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ആകൃതി അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, ഓർത്ത് വെക്കുക. ഇനി ഹൃദയപേശികൾ കാർഡിയാക് മസിലുകൾ എന്ന് പറഞ്ഞാൽ ചേർന്നാണ് ഇരിക്കുന്നത്. അതിന്റെ ഫ്യൂസിഫോം ആകൃതിയിലാണ് കാണപ്പെടുന്നത്, ഓർത്തു വെക്കുക. അത് ഒന്നിച്ചാണ് ഇരിക്കുന്നത്, ഫ്യൂസിഫോം ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി അസ്ഥിപേശികൾക്ക് ധാരാളം കുറുവരകൾ കാണപ്പെടുന്നു, അതിന് സ്ട്രേഷൻസ് പ്രസന്റ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി മൃദുല പേശികൾ കഴിഞ്ഞ് സ്മൂത്ത് മസിൽസിന് എന്തുണ്ട്? കുറുവരകളില്ല, നോ സ്ട്രേഷൻസ് പ്രസന്റ്. ഇനി ഹൃദയപേശികളിൽ കാർഡിയാക് മസിൽസിന് സ്ട്രേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറുവരകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഓർത്തു വെക്കുക. ഇനി അസ്ഥിപേശികൾക്ക് സ്കെൽറ്റൽ മസിൽസ് അൺബ്രാഞ്ച്ഡ് ആണ്, അതിന് ബ്രാഞ്ചസ് ശാഖകളൊന്നും ഇല്ല. ഇനി മൃദുല പേശികളാണെങ്കിലും എന്ത് തന്നെയാണ്? സ്മൂത്ത് മസിൽസിന് എന്താണ്? അൺബ്രാഞ്ച്ഡ് ആണ്, ശാഖകളൊന്നും ഇല്ല. എന്നാൽ മറിച്ച് ഹൃദയപേശികൾ കാർഡിയാക് മസിൽസ് ബ്രാഞ്ച്ഡ് ആണ്, അതിന് വിവിധ ശാഖകൾ ഉണ്ടെന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ? അസ്ഥിപേശികൾക്ക് ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അസ്ഥിപേശികൾ എന്ന് പറയുന്ന സ്കെൽറ്റൽ മസിൽസ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ വില്ലിനനുസരിച്ച് നമുക്ക് അവയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം പേശികളെ ഐച്ഛിക പേശികൾ അല്ലെങ്കിൽ വോളണ്ടറി മസിൽസ് എന്നാണ് പറയുന്നത്. ഇനി മൃദുല പേശികൾ എടുക്കുകയാണെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലിനനുസരിച്ച് അത് ആന്തരവയവങ്ങളോട് ചേർന്ന് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് അവയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അത് കനോട്ട് കൺട്രോൾ ദോസ് മസിൽസ് അക്കോർഡിംഗ് ടു അവർ വിൽ. So those muscles are said to be involuntary muscles അല്ലെങ്കിൽ അനൈച്ഛിക പേശികൾ എന്ന് അറിയപ്പെടുന്നു. ഇനി കാർഡിയാക് മസിൽസ് അല്ലെങ്കിൽ ഹൃദയപേശികൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കില്ല. So those muscles are also known as involuntary muscles അല്ലെങ്കിൽ അനൈച്ഛിക പേശികൾ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ muscles which cannot be controlled by according to our will are called involuntary muscles. Examples those muscles examples are smooth muscles, cardiac muscles. അതായത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കാത്ത മസിലുകളെയാണ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ അനൈച്ഛിക പേശികൾ എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെ കാണുന്നു? മസിൽസ് ഈസോഫാഗസ്, അന്നനാളത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന മസിലുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ പല ഇന്റേണൽ ഓർഗൻസും ആന്തരവയവങ്ങളോട് ചേർന്ന മസിൽസ് എല്ലാം എന്താണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്, അനൈച്ഛിക പേശികളാണെന്ന് ഓർത്തു വെക്കാം. ഇനി വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് അവയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിനാണ് വോളണ്ടറി മസിൽസ്. ഉദാഹരണത്തിന് നമ്മുടെ കൈകളുടെ പേശികൾ, കാലുകളുടെ പേശികൾ അല്ലെ, മുഖത്തിലെ പേശികൾ നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേശികൾ, അതായത് ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്ന പേശികളെയാണ് വോളണ്ടറി മസിൽസ് അല്ലെങ്കിൽ ഐച്ഛിക പേശികൾ എന്ന് ഓർത്തു വയ്ക്കും. ഇത്രയും കാര്യമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ കൈകൾ മടക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്യുന്നല്ലേ നമ്മൾ ഈ പറയുന്നത്. നമ്മൾ എന്താണ് അതൊക്കെ എന്ത് നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് വോളണ്ടറി മസിൽസ് ആണ് അല്ലെങ്കിൽ ഐച്ഛിക പേശികളാണെന്ന് ഓർത്തു വയ്ക്കും. ഇനി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന മൂവ്മെന്റ്സ് നടക്കുന്നത്? അപ്പൊ അതിനൊരു പ്രത്യേക ഒരു സംവിധാനത്തിലൂടെയാണ് ഈ മൂവ്മെന്റ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിലെ ചലനം എപ്രകാരമാണ് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ ഐച്ഛിക പേശികളെയും അതുപോലെ അനൈച്ഛിക പേശികളെയും കുറിച്ചും, അതായത് വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഹാൻഡ്സ്. ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഹാൻഡ്സ്, അതായത് കൈകളെ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത് ഏതുതരം പേശികൾ, അവിടെ ഏതുതരം പേശികളാണ് ഉള്ളത് ഉപയോഗപ്പെടുത്തുന്നത്? അതെ, എന്താണ് ഇൻവോളണ്ടറി മസിൽസ് ആണോ? അല്ല, അല്ലെ, വോളണ്ടറി മസിൽസ് ആണ്. കൈകളെ നിവർത്തുകയും അതുപോലെ മടക്കുകയും ചെയ്ത് നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കൺട്രോൾ ചെയ്യാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതെന്താണ്? അത് വോളണ്ടറി മസിൽസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ, ഐച്ഛിക പേശികൾക്ക് ഉദാഹരണമാണ് ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഹാൻഡ്സ് എന്ന് നോക്കുക. അപ്പൊ ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഏത് പേശികൾക്ക്, അതായത് എന്ത് ആക്ഷൻ ആണ്? ഐച്ഛിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണ് വോളണ്ടറി ആക്ഷൻ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ എന്ത് വിളിക്കുന്നു? വോളണ്ടറി ആക്ഷൻ അല്ലെങ്കിൽ ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ആഗ്രഹത്തിന് അനുസരിച്ച് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അത്തരം പ്രവർത്തനത്തിന് അനൈച്ഛിക പ്രവർത്തനങ്ങളെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബോൺ അല്ലെ, ബോൺ മസിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. മസിൽസ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് വിളിക്കുന്നത് എന്താണ്? ടെൻഡൻ എന്നാണ് വിളിക്കുന്നത്. മസിൽസ് അറ്റാച്ച് ടു ബോൺ. ബോണിനോടാണ് മസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പേശികള് എല്ലിനോടാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കും? അതിനെ
ടെൻഡൻ എന്നാണ് വിളിക്കുന്നത്. ഓർത്തു വെക്കുക, ടെൻഡൻ. എന്താണ്? മസിൽസ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെ ടെൻഡൻ എന്ന് വിളിക്കുന്നു. മസിൽസ് ബോണുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു? ടെൻഡൻ എന്ന് വിളിക്കുന്നു. ടെൻഡൻ. അതായത് പേശികള് ഒരു അസ്ഥിയോടാണ് അസ്ഥിയോടാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ ഭാഗത്തെ എന്ത് വിളിക്കും? ആ ടെൻഡൻ എന്ന് വിളിക്കുമെന്ന് ഓർത്തു വെക്കാം. പേശികളെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ. മസിൽസ് അറ്റാച്ച്ഡ് ബോൺ ഈസ് കോൾഡ് ടെൻഡൻ. ഇനി കൈകളുടെ ചലനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പേശികൾ ഏതാണെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കൈകളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ കൈകളുടെ ചലനത്തിന് സഹായിക്കുന്ന പേശികളാണ് മടക്കൽ പേശികൾ അല്ലെങ്കിൽ ഫ്ലക്സർ മസിൽസ്. എന്താണ്? ഫ്ലക്സർ മസിൽസ് അല്ലെങ്കിൽ മടക്കൽ പേശികൾ. മടക്കൽ പേശികൾ അല്ലെങ്കിൽ ഫ്ലക്സർ മസിൽസ്. ഇനി എന്തുണ്ട്? കൈകളുടെ ചലനത്തിനാണ് സഹായിക്കുന്നത്. അപ്പൊ മടക്കൽ പേശികൾ ഫ്ലക്സർ മസിൽ പറഞ്ഞു. ഇതുപോലെ തന്നെ നിവർത്തൽ പേശികൾ എക്സ്റ്റൻസർ മസിൽ എന്ന് പറയുന്നു. എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശികൾ. എന്താണ്? എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശികൾ. എന്താണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൈകളുടെ ചലനത്തിന് സഹായിക്കുന്ന പേശികളാണ് ഫ്ലക്സർ മസിൽ അല്ലെങ്കിൽ മടക്കൽ പേശികൾ. ഇനി അതുപോലെ തന്നെ എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശികൾ. അപ്പൊ കൈകളുടെ ചലനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പേശികൾ ഏതൊക്കെയാണ്? മടക്കൽ പേശികളും നിവർത്തൽ പേശികളും. അത് which are the muscles that are included in the movement of which helps in the movement of hands? ഏതൊക്കെയാണ്? ഫ്ലക്സർ മസിൽ ആൻഡ് എക്സ്റ്റൻസർ മസിൽ. ഇല്ലേ? ഇനി കൈകൾ മടക്കുന്നതിന് ഈ പേശികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ കൈകൾ മടക്കുമ്പോൾ തീർച്ചയായും ഇതിൽ ഏത് പേശികൾ എന്താണ് മടക്കുക എന്നത്? എന്താണ്? ഫോൾഡ് ചെയ്യുക അല്ലെ? ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് പേശികളായിരിക്കണം റിലാക്സ് ചെയ്തിരിക്കുന്നത്? എന്താണ്? ഫ്ലക്സർ മസിൽസ് റിലാക്സ് ചെയ്യണം. അതുപോലെ എക്സ്റ്റൻസർ മസിൽ എന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്യണം എന്ന് ഓർത്തു വെക്കാം. ശ്രദ്ധിച്ച മക്കളെ, നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ഹാൻഡ്സ് മടക്കണമെങ്കിൽ, കൈകൾ മടക്കണമെങ്കിൽ, ഹാൻഡ്സ് ഫോൾഡ് ചെയ്യണമെങ്കിൽ ഏത് മസിൽ റിലാക്സ് ചെയ്യണം? ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫ്ലക്സർ മസിൽസ് ആണ് റിലാക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വികസിക്കേണ്ടതെന്ന് ഓർത്തു വെക്കാം. ഇനി എക്സ്റ്റൻസർ മസിൽ ഫോൾഡ് ചെയ്യുമ്പോൾ എക്സ്റ്റൻസർ മസിൽ എന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്യണം, സങ്കോചിക്കണം. അപ്പൊ ഫോൾഡ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ വേണ്ട അവിടെ. അപ്പൊ എക്സ്റ്റൻസർ മസിൽ എന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്യണം, സങ്കോചിക്കണം. ഇനി എന്താണ്? മടക്കുന്ന സമയത്ത് ഫ്ലക്സർ മസിൽ എന്ത് ചെയ്യണം? ഫ്ലക്സർ മസിൽ മടക്കൽ പേശികൾ എന്ത് ചെയ്യണം? റിലാക്സ് ചെയ്യണം, വികസിക്കണം. ഇനി മനസ്സിലാക്കേണ്ടത് ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൈകൾ നിവർത്തുമ്പോഴാണ് നിവർത്തുമ്പോൾ അവിടെ എന്താണ്? എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശികൾ റിലാക്സ് ചെയ്യണമെങ്കിൽ വികസിക്കണം. ഫ്ലക്സർ പേശികൾ അല്ലെങ്കിൽ മടക്കൽ പേശികൾ എന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്യണമെങ്കിൽ സങ്കോചിക്കണമെന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? മസിൽസ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പേശികളും അസ്ഥികളും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈകളുടെ ചലനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പേശികളാണ് ഫ്ലക്സർ മസിലുകളും എക്സ്റ്റൻസർ മസിലുകളും. അതായത് ഏതൊക്കെയാണ്? which are the two muscles which helps in the movement of hands, that is ഫ്ലക്സർ മസിൽ, എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ മടക്കൽ പേശികളും നിവർത്തൽ പേശികളും എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഹാൻഡ്സ് ഫോൾഡ് ചെയ്യുകയാണ്, മടക്കുകയാണ്. അപ്പൊ മടക്കുമ്പോൾ മടക്കൽ പേശികൾക്ക് എന്ത് സംഭവിക്കണം? മടക്കൽ പേശികൾ റിലാക്സ് ചെയ്യണം. അതായത് മടക്കൽ പേശികൾ എന്നറിയപ്പെടുന്ന ഫ്ലക്സർ മസിൽസ് വികസിക്കണമെന്ന് ഓർത്തു വെക്കാം. ഇനി അതുപോലെ തന്നെ എക്സ്റ്റൻസർ മസിൽ എന്ത് ചെയ്യണം? അവിടെ എക്സ്റ്റൻഷൻ വേണ്ട, മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റൻസർ മസിൽ എന്ത് ചെയ്യണം? അത് കൺട്രാക്ട് ചെയ്യണം, സങ്കോചിക്കണം എന്ന് ഓർത്തു വെക്കുക. ഈ ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിവർത്തുമ്പോൾ ഫ്ലക്സർ മസിലുകൾക്ക് എന്ത് സംഭവിക്കണം? ഫ്ലക്സർ മസിൽ അല്ലെങ്കിൽ മടക്കൽ പേശികൾ കൺട്രാക്ട് ചെയ്യണം, സങ്കോചിക്കണം. എന്നാൽ എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശികൾ എന്ത് ചെയ്യണം? അത് വികസിക്കണമെങ്കിൽ റിലാക്സ് ചെയ്യണം എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയാണ് കൈകളുടെ ചലനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൈകളുടെ മടക്കലും നിവർത്തലും എപ്രകാരമാണ്, പേശികൾ എങ്ങനെയാണ് അതിനു വേണ്ടി സാഹായിക്കുന്നത് മനസ്സിലായോ? അപ്പൊ ഈ പേശികളുടെ വ്യത്യസ്ത അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? കൈകൾ മടക്കാനും നിവർത്താനും സാധിക്കുന്നത്. അപ്പൊ കൈകളുടെ മടക്കലും നിവർത്തലും സാധ്യമാകുന്നത് രണ്ട് പേശികളുടെ പരസ്പര വിരുദ്ധമായ പ്രവർത്തനത്തിനാലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശരീരത്തിലെ മിക്ക ചലനങ്ങളും സാധ്യമാക്കുന്നതിലൂടെ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ആന്റഗോണിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് കൈകളിൽ എന്ത് സാധ്യമാകുന്നത്? ചലനം സാധ്യമാകുന്ന ഓർത്തു വെക്കുക. സോ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ദീസ് മസിൽസ്, the folding and stretching of hands, അല്ലെ?
എന്തൊക്കെയാണ്? ആന്റഗോണിസ്റ്റിക് ആക്ഷൻസ്. എന്താണ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? പരസ്പര വിരുദ്ധമായ പ്രവർത്തനം. ഈ രണ്ട് മസിൽസിലെ ഫ്ലെക്സർ മസിൽസിന്റെയും എക്സ്റ്റൻസർ മസിൽസിന്റെയും ആന്റഗോണിസ്റ്റിക് ആക്ഷൻസ് ആണ് make the folding and stretching of muscles possible. ഹാൻഡ്സിലെ മസിൽസിന്റെ ഫോൾഡിംഗ് സ്ട്രെച്ചിനും സഹായിക്കുന്നത് ഫ്ലെക്സർ ആൻഡ് എക്സ്റ്റൻസർ മസിൽ ആണ്. their antagonistic actions ആണ് കൂടെ ഓർത്തു വെക്കുക. most of the all movements in the body are made possible with such types of actions. that is also you have to understand. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. so antagonistic action of the two muscles make the folding and stretching of hands possible, and most of the movements in our body are made possible with such actions of muscles. മനസ്സിലായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവട്ടെ. അപ്പൊ നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് മസിൽസിന്റെ ആക്ഷനെ കുറിച്ച്, കൈവെള്ള മസിൽസിന്റെ ആക്ഷനെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് മസിൽ ഫറ്റീഗ് എന്നാണ്. എന്താണ് മസിൽ ഫറ്റീഗ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് മസിൽ ഫറ്റീഗ് അല്ലെങ്കിൽ പേശീക്രമം എന്ന് ഓർത്തു എന്ന് മനസ്സിലാക്കാം. എന്താണ് പേശീക്രമം അല്ലെങ്കിൽ മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കി, while engaging in physical activities, muscles need to function continuously. അത് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ നമ്മൾ മസിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാകുന്നു. അപ്പൊ ഇതിന് ദിസ് റിക്വയർസ് എ ലോട്ട് ഓഫ് എനർജി, ധാരാളം എനർജി ആവശ്യമായിട്ടുള്ള, ഊർജ്ജം ആവശ്യമായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി പേശികൾ എന്ന് പറയുമ്പോൾ പേശി കലകൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. പേശി കലകൾ ധാരാളം കോശങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ പേശി കോശങ്ങൾക്കുള്ളില് എന്ത് നടക്കുന്നത്? കോശ ശ്വസനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് എപ്പോഴും ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ്. അപ്പൊ ഓക്സിജന്റെ പ്രസൻസിലാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പം ഈ പറയുന്ന ഓക്സിജന്റെ സാന്നിധ്യത്തിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുമ്പോൾ ATP ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ATP അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ ATPയുടെ സഹായത്തോടു കൂടിയാണ് എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനായിട്ടുള്ള എനർജി ലഭിക്കുന്നത് ഓർത്തു വെക്കുക. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കെൽറ്റൽ മസിൽസ് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ റിക്വയർഡ് ആയിട്ടുള്ള ഓക്സിജൻ ആ മസിൽസിന് ലഭിക്കാതിരിക്കുമ്പോൾ മസിൽസ് എന്ത് ചെയ്യും? വീക്ക് ആവും. they become weak and they may temporarily lose the capacity to contract. അപ്പൊ അത് കൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് നഷ്ടപ്പെടും. അപ്പൊ this condition is known as muscle fatigue. എന്താണ് muscle fatigue അല്ലെങ്കിൽ പേശീക്രമം എന്ന് പറയുന്നത്? while engaging in physical activities, muscles need to function continuously. So when we engage in physical activities continuously, the muscles have to function continuously, and then that requires a lot of energy. Then this energy is provided from the cellular respiration, and this cellular respiration, when cellular respiration occurs, where cellular respiration occurs in the presence of oxygen, and as a result of cellular respiration, ATP molecules are produced. ATP molecules is the source of energy. So when the skeletal muscles continuously function, that is during exercise, if the required oxygen is not available, then the muscles become weak and they lose the capacity to contract. That condition is known as muscle fatigue. അതായത് നമ്മൾ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇവിടെ എന്താ ധാരാളമായിട്ട് എനർജി ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് ഈ പേശി കോശങ്ങൾ വളരെയധികം കൂടുതൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. അപ്പൊ പേശി കോശങ്ങൾക്ക് ഊർജ്ജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കോശ ശ്വസനത്തിന്റെ ഭാഗമായിട്ട് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കോശ ശ്വസനം നടക്കുമ്പോൾ ATP ഫോം ചെയ്യുന്നു. ആ ATP നിന്നാണ് ഊർജ്ജം ലഭിക്കുന്നത്. അപ്പൊ കൂടുതൽ നേരം ഈ കായിക പ്രവർത്തനം ഏർപ്പെടുന്ന സമയത്ത് ആവശ്യമായ ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ ATP പ്രവർത്തനത്തിലൂടെ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ ATP അല്ലെങ്കിൽ ഊർജ്ജം ലഭിക്കാതെ വരുമ്പോൾ മസിൽസ് വീക്ക് ആകുകയും മസിൽസ് ക്ഷീണിക്കുകയും അവർക്ക് സങ്കോചിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ അവസ്ഥയ്ക്കാണ് പേശീക്രമം അല്ലെങ്കിൽ മസിൽ ഫറ്റീഗ് എന്ന് പറയുന്ന ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ് പേശീക്രമം അല്ലെങ്കിൽ മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത്? അതായത് മസിൽസിന് ആ ഒരു കൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. എപ്പോഴാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒന്ന് ATP ലഭിക്കാതെ വരികയാണെങ്കിൽ അല്ലെ, ഊർജ്ജം ലഭിക്കാതെ വരുമ്പോഴാണ് മസിൽ ഫറ്റീഗ് ഉണ്ടാകുന്നത്. ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ എന്തുണ്ടാകുന്നില്ല? അവിടെ ATP അല്ലെങ്കിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല, ATP ഉണ്ടാകുന്നില്ല. ATP ഉണ്ടായാൽ മാത്രമേ മസിൽസിന് കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ ചെയ്ത് കൺട്രാക്ട് ചെയ്യാനൊക്കെ സാധ്യമാക്കുള്ളൂ. അപ്പൊ അത് ലഭിക്കാതെ വരികയും അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു.
അപ്പൊ കൂടുതൽ ATP ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ATP പിന്നെ ലഭിക്കാതെ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? പേശീക്രമം അല്ലെങ്കിൽ മസിൽ ഫെറ്റീഗ് ഉണ്ടാകുന്നത് ഓർത്തു വെക്കുക. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി മക്കളെ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്? വിവിധതരം പേശികൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ? മസിൽസിന്റെ ആകൃതിയെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ കൈകൾ എങ്ങനെ മടക്കുകയും നിവർത്തുകയും ചെയ്യുമ്പോൾ എത്തരത്തിലാണ് അവിടെ ആ ചലനം സംഭവിക്കുന്നത്, വിവിധ മസിൽസ് റിലേറ്റഡ് ടു ഹാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത മസിൽസിനെ കുറിച്ച് മനസ്സിലാക്കി. Then we studied muscle fatigue. എന്താണ് മസിൽ ഫെറ്റീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കി, പേശീക്രമം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ആനുവൽ എക്സാമിനേഷനും ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. Bye from me. Thank you.